ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് രണ്ടിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. തൃശൂർ ചേലക്കരയും പാലക്കാടുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒപ്പം കോൺഗ്രസ് നേതാവ് രാഹുൽ മത്സരിച്ച വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലുമാണ് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച MLA മാർ. രാജ്യത്തെ നിയമപ്രകാരം ഒരേ സമയം ലോക്സഭയിലും നിയമസഭയിലും പ്രാതിനിധ്യം അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വരും. സംസ്ഥാനത്തെ മന്ത്രിയും നിയുക്ത ആലത്തൂർ MP-യുമായ കെ രാധാകൃഷ്ണൻ തൃശൂർ ചേലക്കരയിൽ നിന്നാണ് ജനവിധി തേടിയത്. ചേലക്കര നഷ്ടപ്പെട്ടാലും CPM-ന് ഭരണനഷ്ടമുണ്ടാകില്ല. അതിനാൽ തന്നെ കേരളത്തിലെ ആകെയുള്ള കനൽത്തരിയായ ആലത്തൂർ നിലനിർത്താനാകും CPM ശ്രമിക്കുക. KK ശൈലജയ്ക്കെതിരായാണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലെത്തിയത്. ഇതോടെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇതോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത തെളിയുന്നുണ്ട്. രാഹുൽ വയനാടിന് പുറമെ റായ്ബറേലിയിലും വിജയിച്ചിട്ടുണ്ട്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരും. റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട് ഉപേക്ഷിക്കാനാണ് കൂടുതൽ സാധ്യത. അവിടെ സഹോദരി പ്രിയങ്കയെ മത്സരിപ്പിച്ചേക്കും. ഈ സാഹചര്യത്തിൽ ഈ വർഷം തന്നെ വയനാട് മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ജനം, തിരുവനന്തപുരം.